ചോദ്യം ഇതാണ്. ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ്റെ സമഗുണിത ശ്രേണിയുടെ 5ാമത്തെ പദവും 8ാമത്തെ പദവും തന്നിട്ടുണ്ട്. നമുക്ക് 11ാമത്തെ പദം കണ്ടുപിടിക്കണം. അപ്പോൾ ഞാനൊന്ന് എഴുതാം. ചോദ്യത്തിൽ പറയുന്നത് ഈ പറയുന്ന സമഗുണിത ശ്രേണിയുടെ 5ാമത്തെ പദം 32 പിന്നെ പറയുന്നത് 8ാമത്തെ പദം അത് 256 പറയുന്നുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 11ാമത്തെ പദം എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഒറ്റ കാര്യം നോക്കിയാൽ മതി. ഈ ഒരു ചോദ്യത്തിൽ പദങ്ങൾക്കിടയിലുള്ള വ്യത്യാസം സെയിം ആണോ എന്ന് നോക്കുക. 5 നിന്ന് 8ലേക്ക് 5ാമത്തെ പദത്തിൽ നിന്ന് 8ാമത്തെ പദത്തിലേക്ക് എന്തു ദൂരമാണോ ഉള്ളത് അതേ ദൂരമാണ് 8ാമത്തെ പദത്തിൽ നിന്ന് 11ാമത്തെ പദത്തിലേക്കുള്ളത്. പദങ്ങൾ തമ്മിലുള്ള ദൂരം സെയിം ആണ്. അപ്പോൾ എൻ്റെ കുട്ടികൾ ഒന്ന് മനസ്സിലാക്കുക. പദങ്ങൾ തമ്മിലുള്ള ദൂരം സെയിം ആണെങ്കിൽ എന്ത് ചേഞ്ചാണോ ഇവിടെ ഉണ്ടാകുന്നത് അതേ ചേഞ്ച് ഇവിടെ ആവർത്തിക്കപ്പെടും. ഓക്കെ ആണോ എന്ന് പറഞ്ഞാൽ 32 എങ്ങനെയാണ് 256 എന്ന് ചിന്തിക്കാം. 32നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 256 കിട്ടുന്നതെന്ന് ആലോചിച്ചാൽ മതി. 32നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 8 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 256 കിട്ടിയത് അല്ലേ. അപ്പോൾ 8 കൊണ്ട് ഗുണിക്കുക എന്നൊരു ചേഞ്ചാണ് അവിടെ വന്നിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താ? പദങ്ങൾ തമ്മിലുള്ള ഗ്യാപ്പ് സെയിം ആണെങ്കിൽ, പദങ്ങൾ തമ്മിലുള്ള ദൂരം സെയിം ആണെങ്കിൽ ചേഞ്ചുകൾ ആവർത്തിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അതേ ചേഞ്ച് ഈ ഒരു ഗ്യാപ്പിലും ഉണ്ടാകുമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം 11ാമത്തെ പദം കാണാൻ ഒരു ഇക്വേഷൻ്റെ സപ്പോർട്ട് വേണ്ട. 256നെ 8 കൊണ്ടങ്ങ് ഗുണിച്ചെഴുതിയാൽ പോരെ. 250നെ 8 കൊണ്ട് ഗുണിച്ചാൽ 2000 6നെ 8 കൊണ്ട് ഗുണിച്ചാൽ 48. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാ? ഈ പറയുന്ന GPയുടെ 11ാമത്തെ പദം ആരെന്ന് ചോദിച്ചാൽ അത് 2048. ഓക്കെ അല്ലേ എൻ്റെ കുട്ടികൾ? ശരി, താങ്ക് യു.